നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവ്യ ശ്രീധർ, ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയെക്കുറിച്ചുള്ള ചർച്ചകളാണ്. പത്തരമാറ്റെന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ പരിചയത്തിലായ താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടിയാണ് വിവാഹിതരാകുന്നത്. എന്നാൽ വിവാഹത്തിന് പിന്നാലെ വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത്. ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് 2 മക്കളുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ദിവ്യയുടെ 2 മക്കളെയും സാക്ഷിയാക്കിയാണ് വിവാഹം നടന്നത്. മക്കളുടെ സമ്മതത്തോടെ വിവാഹം നടത്തുന്നതിൽ സന്തോഷമുണ്ടെന്ന് ദിവ്യയും ക്രിസും പറഞ്ഞിരുന്നു. ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ദിവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പത്തരമാറ്റ പരമ്പരയിൽ ഒന്നിച്ചുണ്ടായിരുന്നുവെങ്കിലും ആ സമയത്ത് പ്രണയത്തിലായിരുന്നില്ല ഞങ്ങൾ എന്ന് ഇരുവരും പറഞ്ഞിരുന്നു. ദിവ്യയ്ക്കൊപ്പം നിൽക്കുന്ന ക്രിസിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഈ കിളവനെ മാത്രമേ വിവാഹം ചെയ്യാൻ നടിക്ക് കിട്ടിയുള്ളൂ എന്ന തരത്തിലായിരുന്നു ചോദ്യങ്ങൾ. ദിവ്യയ്ക്ക് 43ഉം ക്രിസിന് 49 വയസ്സാണ് പ്രായം. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു. കിളവനെന്ന രീതിയിൽ ക്രിസ് അധിക്ഷേപം കേൾക്കാനുള്ള പ്രധാന കാരണം ക്രിസിന്റെ നരച്ച താടിയും മുടിയുമായിരുന്നു. എന്നാൽ താൻ ഒരു കാലത്ത് ചോക്ലേറ്റ് ഹീറോയെ പോലെ സുന്ദരനായിരുന്നു എന്ന് ക്രിസ് പറയാതെ പറയുകയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ. പല വർഷങ്ങളിലായി പകർത്തിയ തന്റെ ചില ഫോട്ടോകളാണ് നടൻ പങ്കുവച്ചത്. പല പ്രായത്തിലും രൂപത്തിലുമുള്ള ക്രിസിന്റെ ഫോട്ടോകൾ വൈറലാണ്. യുവാവായിരിക്കുമ്പോഴുള്ള ക്രിസിന്റെ രൂപം വളരെ വ്യത്യസ്തമാണെന്നും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്നും കമന്റുകളുണ്ട്. മുത്തശ്ശനെ ദിവ്യ ശ്രീധർ കല്യാണം കഴിച്ചുവെന്ന തരത്തിലും ചിലർ പരിഹസിച്ചിരുന്നു. പത്തരമാറ്റെന്ന സീരിയലിൽ പ്രായമായ കഥാപാത്രത്തെയാണ് ക്രിസ് വേണുഗോപാൽ അവതരിപ്പിക്കുന്നത്. ഈ ഇമേജും കൂടിയായപ്പോൾ ഏറെ പ്രായം ചെന്നയാളാണ് ക്രിസ് എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലരും തെറ്റിദ്ധരിച്ചു. വിദ്യാഭ്യാസം കൊണ്ടും ബുദ്ധി കൊണ്ടും കല കൊണ്ടും കഴിവുകൊണ്ടും ഇതിനോടകം തന്നെ പല നേട്ടങ്ങളും ക്രിസിന് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുടി കറുപ്പിച്ച് നരം മറച്ചുവെച്ച് ജീവിക്കുന്നതിനോടും നടന് താല്പര്യമില്ല. നടനായിട്ടാണ് പ്രേക്ഷകർക്ക് ക്രിസിനെ പരിചയമെങ്കിലും റേഡിയോ, ടെലിവിഷൻ രംഗത്ത് വർഷങ്ങളായി സജീവമാണ് ക്രിസ്. കൂടാതെ മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനും വോയിസ് കോച്ചും ഹിപ്നോ തെറാപ്പിസ്റ്റുമാണ് താരം. 6 ഭാഷകളിൽ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട്. സൈക്കോളജിയിൽ MSc പൂർത്തിയാക്കി. ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് പൂർത്തിയാക്കി. 2018-ൽ ഹിപ്നോ തെറാപ്പി പ്രാക്ടീസ് ചെയ്തു. പിന്നീട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായും കുറച്ചുകാലം പ്രവർത്തിച്ചു. കൂടാതെ ഈവനിംഗ് കോളേജിൽ ചേർന്ന് ലോയും പഠിച്ചു. തന്റെ പ്രായത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ചർച്ചയുണ്ടായപ്പോൾ ക്രിസ് തന്നെ ഒരിക്കൽ പ്രതികരിച്ചെത്തിയിരുന്നു. പത്തരമാറ്റിലെ മുത്തശ്ശനേക്കാൾ ചെറുപ്പമാണ് എനിക്കെന്ന് കുറച്ചു പേർക്കറിയാം. പ്രേക്ഷകർ പ്രായമായ ആളായി തന്നെയാണ് കാണുന്നത്. എന്റെ കൂടെ എന്റെ ഭാര്യയായി അഭിനയിക്കുന്ന ബിന്ദു രാമകൃഷ്ണൻ എന്റെ അമ്മയേക്കാൾ ഒരു വയസ്സിന് ഇളയ ആളാണ്. അവരുടെ മൂത്ത മകൻ എന്നേക്കാൾ 1 വയസ്സ് കുറവാണ്. പക്ഷേ എവിടെയോ ഈ നര കൊണ്ട് പ്രായം തോന്നിക്കുന്നു. സീരിയലിൽ അഭിനയിക്കുമ്പോൾ എന്റെ 2 മുത്തശ്ശന്മാരെയാണ് ഞാൻ മോഡൽ ചെയ്യുന്നത്. അമ്മയുടെ അച്ഛനെയും അവരുടെ സംസാര രീതിയും പെരുമാറ്റവും നിരീക്ഷിച്ചതായിരിക്കാം എന്നെ സഹായിച്ചതെന്നാണ്. 2024 അവസാനത്തോടെ ഗുരുവായൂരിൽ വെച്ചായിരുന്നു ദിവ്യയുടെയും ക്രിസിന്റെയും വിവാഹം. ആഘോഷമായി നടന്ന വിവാഹത്തിന്റെ വീഡിയോകളും വൈറലായിരുന്നു. ദിവ്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ 2 മക്കളുണ്ട്. അവരുടെ സംരക്ഷണ ചുമതലയും ക്രിസ് തന്നെയാണ് വഹിക്കുന്നത്. വിവാഹശേഷവും ദിവ്യ സീരിയലിൽ അഭിനയവുമായി സജീവമാണ്. കണ്ണൂർ സ്വദേശിനിയാണ് താരം. അടുത്തിടെ ഇരുവരും വിവാഹമോചിതരായി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചപ്പോൾ ദിവ്യയും ക്രിസും രംഗത്തെത്തി പ്രതികരിച്ചിരുന്നു. തന്റെ ആദ്യ വിവാഹ ജീവിതം ടോക്സിക് ആയിരുന്നുവെന്ന് ക്രിസ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. പ്രണയത്തെക്കുറിച്ചും ഒന്നിക്കാനായി തീരുമാനിച്ചതിനെക്കുറിച്ചും വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ അഭിമുഖങ്ങളിൽ വാചാലരായിരുന്നു ഇവർ. സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന്, അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ പിരിക്കുന്നുണ്ട് ചിലർ. ഡിവോഴ്സായെന്ന് പറഞ്ഞവർക്ക് മറുപടിയുമായി ദിവ്യ രംഗത്തെത്തിയിരുന്നു. മുന്നേ എടുത്ത ഫോട്ടോസാണ്. അതാണ് ഏട്ടനെ കാണാത്തത്. ഇനി ഇതിന്റെ പേരിൽ ആരും ഡിവോഴ്സ് ആക്കരുത്. ഞങ്ങൾക്ക് പിരിയാൻ താല്പര്യമില്ല. പറഞ്ഞു പരത്താൻ എല്ലാവർക്കും പറ്റും. മറ്റുള്ളവരുടെ വേദന ആർക്കും അറിയണ്ട. കുത്തി നോവിച്ചിട്ട് അതിൽ സുഖം കണ്ടെത്തുന്നവരാ പലരും. തുന്നിട്ടിറങ്ങിയവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അവർ അനുഭവിക്കാൻ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അനുഭവിക്കുമ്പോൾ പഠിച്ചോളും. താല്പര്യമില്ലാത്തവർ കാണണ്ട, കമന്റ് ഇടരുത് എന്ന് പറഞ്ഞാലും വിളിക്കാത്ത കല്യാണത്തിന് വരും പോലെ, എന്തോ നേർച്ച ഉള്ള പോലെ കമന്റ് രോഗികൾ വന്നോളും. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് ഞങ്ങളെ ഒരുപാട് പേര് അറിയുന്നതും ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയതും. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. അതിൽ ഇത്രയും ആൾക്കാർ ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ അതിൽ 3-4 കമന്റ് മാനസിക രോഗികൾ. ആ രോഗികളുടെയൊക്കെ ലിസ്റ്റ് സ്ക്രീൻഷോട്ട് കയ്യിലുണ്ട്. നിങ്ങളുടെ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരുന്നതാണ്. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി, സ്നേഹം എന്നായിരുന്നു ദിവ്യയുടെ കുറിപ്പ്.